നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ വമ്പൻ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ബിൻ സൽമാൻ രാജകുമാരന്റെ നേതൃത്വത്തിൽ സൗദിയിൽ വളർച്ചയുടെ പാതയിലേക്ക് എത്തുകയാണ്. ഇപ്പോഴിതാ ഏറെ നിർണായകമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. ഗൾഫ് ചരിത്രത്തിൽ ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കാം സംഭവിക്കുന്നത്. അതെ, സൗദി അറേബ്യയിൽ ആദ്യമായി മുഴുവൻ വനിതാ ജീവനക്കാരുമായി രാജ്യത്തെ ആദ്യ വിമാനം പറന്നുയർന്നപ്പോൾ അഭിമാനം വാനോളം ഉയരുകയായിരുന്നു. യാഥാസ്ഥിതിക രാജ്യത്തെ സ്ത്രീ ശാക്തീകരണത്തിനുള്ള ഒരു നാഴികക്കല്ലായി ഇതിനെ കാണാമെന്ന് ശനിയാഴ്ച അധികൃതർ പറഞ്ഞു. ഫ്ളാഗ് കാരിയറായ സൗദിയുടെ ബജറ്റ് സബ്സിഡിയറായ ഫ്ലൈഡീൽ നടത്തുന്ന വിമാനത്തിൽ വ്യാഴാഴ്ച തലസ്ഥാനമായ റിയാദിൽ നിന്ന് ചെങ്കടൽ തീരനഗരമായ ജിദ്ദയിലേക്കുള്ള യാത്രയിലാണ് വനിതാ ജീവനക്കാരെ മാത്രം ഉൾക്കൊള്ളിച്ചതെന്ന് ഫ്ലൈഡീൽ വക്താവ് ഇമാദ് ഇസ്കന്ദറാണി പറഞ്ഞു. ഫസ്റ്റ് ഓഫീസർ ഉൾപ്പെടെ 7 അംഗ ക്രൂവിലെ ഭൂരിഭാഗവും സൗദി വനിതകളായിരുന്നു. എന്നാൽ ക്യാപ്റ്റൻ വിദേശ വനിതയായിരുന്നുവെന്ന് ഇന്ദുറാണി പറഞ്ഞു. ഫ്ലൈഡീലിന്റെ പ്രഖ്യാപനം ശനിയാഴ്ചയാണ് സൗദി അറേബ്യയിലെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി സ്ഥിരീകരിച്ചത്. സമീപ വർഷങ്ങളിൽ വ്യോമയാന മേഖലയിൽ സ്ത്രീകൾക്ക് വിപുലീകരിക്കുന്ന റോളുകൾ നൽകിയിട്ടുണ്ട്. 2019 ഒരു സൗദി വനിതയെ ആദ്യമായി പൈലറ്റായി അതോറിറ്റി പ്രഖ്യാപിച്ചത്. സൗദിയെ ആഗോള ട്രാവൽ ഹബ്ബാക്കി മാറ്റുന്ന വ്യോമയാന മേഖലയുടെ ദ്രുതഗതിയിലുള്ള വിപുലീകരണത്തിന് സൗദി അധികൃതർ ശ്രമിക്കുന്നു. ദശാബ്ദത്തിന്റെ അവസാനത്തോടെ 330 ദശലക്ഷം, 2030 ഈ മേഖലയിലേക്ക് $100 ബില്യൺ നിക്ഷേപം, ഒരു പുതിയ ദേശീയ പതാക കാരിയർ, റിയാദിൽ പുതിയ മെഗാ എയർപോർട്ട്, ഓരോ വർഷവും 5 ദശലക്ഷം ടൺ ചരക്ക് എന്നിവ ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങളാണ് രാജ്യത്തുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.